അപ്പോൾ ഇന്ന് ഞാൻ ചെന്നൈക്ക് പോവാണ്. ചെന്നൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കോയമ്പത്തൂർക്ക് മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ ചെന്നൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സോ ഇന്ന് ഞാൻ ഫ്ലൈറ്റിനാണ് പോണത്. ഈവനിങ് ഒരു 4:35 എന്തുവാണ് ഫ്ലൈറ്റ് ഉള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട് കെമ്പഗൗഡ എയർപോർട്ടിലേക്ക്. സോ കുറച്ച് ടൈം എടുക്കും, കാരണം എനിക്കൊരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം അത് ഇവിടുത്തെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ടൈം എടുക്കും. അപ്പോൾ അവിടെ എത്തി എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 3 or 3:30 ആവണം എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതനുസരിച്ച് എത്തുവാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് സാധനം കൂടെ ലാസ്റ്റ് ടൈം പാക്കിംഗ് ഉണ്ടല്ലോ, ലൈക്ക് ഫോണിൻ്റെ ചാർജർ, അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ട് എടുത്തു വെക്കാൻ പോണ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് പാക്കിങ് ബാക്കിയുണ്ട്. ആൻഡ് ഓൾസോ കുറച്ചും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം പോകാൻ. സോ ഇതൊക്കെ കൂടി കുറച്ച് ടൈം എടുക്കും. ഐ വിൽ ഷോ യു എവറിത്തിങ്. അപ്പോൾ ഞാൻ കുളിച്ചു. ഇനി ഞാൻ വിചാരിച്ചു റെഡി ആവാന്ന്, ബിക്കോസ് പോവണ്ടേ. എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് പറഞ്ഞ് ആശ്വസിക്കാൻ പോലും വാക്കുകളില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ പെറ്റ് സോയിനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. ടെൻഷനൊന്നുമില്ല, പക്ഷെ ഞാൻ അവളെ മിസ് ചെയ്യും. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ബാക്കിയെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. ഓൾറെഡി ഇവിടെ ബാംഗ്ലൂർ നിന്ന് പരിചയമുള്ളത് കൊണ്ട് ചെന്നൈക്ക് പോണത് എനിക്കൊരു വലിയ ടാസ്ക് അല്ല. ബട്ട് ദ ടാസ്ക് ഇസ് അവിടെ ഭയങ്കര ചൂടല്ലേ കമ്പാരിറ്റീവ്ലി. ഇപ്പം നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടത്തെ ആണെങ്കിലും ഇവിടെ ഭയങ്കര ക്ലൈമറ്റ് നല്ലതാണ്. ഇപ്പോഴാണ് കുറച്ച് ചൂട് വരുന്നതുണ്ടെന്നെങ്കിലും അത് നമുക്ക് ബെയറബിളാണ്. നാട്ടിലെ ചൂട് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ചെന്നൈ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ചൂട് കൂടുതലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ അതെനിക്കൊരു വലിയ പ്രശ്നമാകാനാണ് സാധ്യത. Everything else is fine for me. സോ ഇതൊന്ന് സെറ്റാവട്ടെ. അപ്പം എനിക്ക് വലുതായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള മൂഡൊന്നുമില്ല. ബട്ട് സ്റ്റിൽ പ്ലസൻറ്റബിൾ ആയിട്ടിരിക്കണമല്ലോ. പ്രസൻറ്റബിൾ വൃത്തിയിൽ നടക്കണമല്ലോ. സോ വൃത്തിയുണ്ട്, എന്നാലും കുറച്ച് മെനി ആവാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. കയ്യിലൊന്നിട്ട് വാമാക്കിയിട്ട്. സോ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്തിനാണ് ചെന്നൈ പോണെന്നുള്ളത്. ആക്ച്വലി ഞാൻ അവിടെ ഒരു കോഴ്സ് നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ടൈം വന്നപ്പോൾ ഇപ്പോൾ അത് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു 1 year ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും മേ ബി. അല്ലെങ്കിൽ ഒരു ½ year ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ ഇല്ലാത്തത് കൊണ്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ കറൻ്റ്ലി ഇവിടെ ബാംഗ്ലൂർ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പോസ് ചെയ്തിട്ട് ഞാൻ ഈ കോഴ്സ് എടുത്തു. അപ്പോൾ മനസ്സിലാക്കാമല്ലോ എനിക്കത് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. ഐ മീൻ ഇവിടെ ഞാൻ പഠിക്കുന്നതിലും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്ന കോഴ്സ്. സോ ഡൺ. ഞാൻ കണ്ണൊന്നും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കമ്മലിടാം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൈൻഡ് എവിടെയോ പോണ്. പിന്നെ ഹെയർ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ
ഞാൻ ഇടുന്ന ഡ്രസ്സ് ഇതാണ്. ഇടണോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നു ബ്രൗണ്, അതിടണോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. വിചാരിക്കുന്നു കുഴപ്പമില്ല. പെർഫ്യൂം മേടിക്കുന്നു. അപ്പം ഞാൻ ഇറങ്ങി, ഇനി എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ATM കാരണം എനിക്ക് ഫണ്ട് കുറച്ച് കയ്യിലെടുത്ത് വയ്ക്കാനുണ്ട്. അപ്പം ചിലപ്പോൾ ഇപ്പോൾ കയറും, അല്ലെന്നുണ്ടെങ്കിൽ ചെന്നൈ ചെന്നിട്ടായിരിക്കും ATM പോവാം. സോ ഐ ഡോണ്ട് നോ. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് വ്ളോഗ് ചെയ്യാം. ആകെ 9 കിലോമീറ്ററാണ് 1 മണിക്കൂറായിട്ട് വന്നേക്കുന്നത്. 1 മണിക്കൂർ 9 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഹെവി ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാനിവിടെ എത്തി. ഇനി എനിക്ക് ബോർഡിംഗ് പാസ് എടുക്കണം. ഞാൻ അതിവിടെ നോക്കിക്കൊണ്ടിരിക്കുക. സ്കാൻ ചെയ്തു, ഉള്ളിൽ കയറി. ഇനി ബാഗ് ചെക്ക് ഉണ്ട്. ഞാൻ ആക്ച്വലി കുറച്ച് ടെൻഷനായി, ബിക്കോസ് കുറച്ച് ടൈം എടുത്തു ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 2-3 സ്ഥലത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകേണ്ടി വന്നു. സോ ഇറ്റ് ടുക്ക് ലിറ്റിൽ ബിറ്റ് ടൈം. അതുകൊണ്ട് കുറച്ച് ടെൻഷനായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ചെക്കിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശന്നു. പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡും ഇല്ല. അപ്പം ഞാൻ ഓർത്തു കുറച്ച് കോഫി കുടിക്കാമെന്ന്. ഇനി അവിടെ എത്ര വരെ കുറച്ച് എനർജി വേണ്ടേ. അതുകൊണ്ട് ഞാൻ സ്റ്റാർബക്സ് കയറി കോഫി പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് കുറച്ച് കോൾഡ് കോഫി കുടിച്ചാൽ എല്ലാം ഓക്കെ ആവുന്നൊരു വിചാരിച്ചിട്ട് കോൾഡ് കോഫി പറഞ്ഞിട്ടുണ്ട്. ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ എനിക്ക് ബോർഡിംഗ് D8 എന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഗേറ്റ് D8 എത്തേണ്ടത്. സോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. എനിക്കിത് എപ്പോഴാണ് എടുക്കണ്ടേ, എങ്ങനെ എടുക്കണ്ടേ എന്നൊരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ഐ എം ട്രൈങ് ടു ഡു ദാറ്റ്. ഓക്കെ,
ഞാൻ കേറി ഗൈസ്. സീറ്റിൽ കയറിയിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി. कृपया ध्यान दें, विमान में ईंधन भरने की प्रक्रिया जारी है, इसलिए आप अपनी सीट पर ही बैठे रहे। सीट बेल्ट ना बांधकर सभी इलेक्ट्रॉनिक उपकरण बंद कर दिए. धन्यवाद. Guests, may we have your attention please? The aircraft is being refueled. Please leave your seat belts unfastened, remain seated and do not use any electronic devices. Thank you. ഇവിടെ നിന്ന് ഊബർ പിക്കപ്പ് സ്പോട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അവരെൻ്റെ അടുത്ത് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ബിൽഡിംഗാണ് പറഞ്ഞത്. പക്ഷെ എനിക്കറിയില്ല എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. സ്റ്റിൽ നടന്ന് പഠിക്കാം. ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം. ക്യാബ് അവിടെ വരുമെന്നാണ് പറഞ്ഞത്. എത്തി ഇത്ര പെട്ടെന്നോ? Wow, beautiful view. Super da. அழகுபடுத்துதல் வேர்ல்ட் சஸ்டைனபிலிட்டி டேவை முன்னிட்டு பெசன்ட் நகர் கடற்கரை சாலையில் ஈகோ கார்னிவல் இ வேஸ்ட்